ഇത് എൻ്റെ ഒരു പേഷ്യൻ്റെ കഥയാണ്. അപ്പം അവർ IVF വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. 4th ഡേ എനിക്കൊന്ന് ഇഞ്ചക്ഷൻ്റെ 4th ഡേ സ്കാൻ ചെയ്യാൻ വരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നു ഡോക്ടറെ അവൾ എൻ്റെ അടുത്ത് വരുന്നില്ല, അവൾ അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ പറഞ്ഞില്ല. IVFൻ്റെ ദിവസവും ഈ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ കാറ് പാർക്ക് ചെയ്യപ്പെട്ടോട്ട് ഡോക്ടറെ അവളത് പറ, എൻ്റെ അമ്മ എന്തോ പറഞ്ഞതാണ്, അതിൽ വിഷമിച്ചിരിക്കുകയാണ്, ഒന്ന് പറ. ഞാനപ്പോൾ ശരി ഇത്തവണ ഇത്രയും അവൻ എഫേർട്ട് ഇടുന്നു, അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പണക്കമാണെങ്കിൽ മാറട്ടെന്ന് വിചാരിച്ച് ഞാൻ എഗ്ഗ് പിക്ക് ചെയ്യുന്നതിന് മുന്നേ പുള്ളിക്കാരത്തെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്തുവാ പ്രശ്നം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? പുള്ളിക്കാരത്തി പറഞ്ഞു ഇല്ല ഡോക്ടറെ, മദറിനുള്ള ഒരു വളരെ മോശം കാര്യം ഈ ഒരു IVFനെ കുറിച്ച് ഞാൻ എന്താണെന്ന് പറയുന്നില്ല. അത് പറഞ്ഞു. അത് പുള്ളിക്കാരത്തി ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലീസ് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു IVF എന്നുള്ളൊരു പ്രൊസീജിയർ പോകുമ്പം തന്നെ ഇവിടെ പുരുഷനാണ് പ്രശ്നമെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ വരുന്ന സ്ത്രീക്കാണ്. അപ്പോൾ ആ ഫുൾ സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആ സ്ത്രീക്കാണ്. അപ്പോൾ ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ചിലപ്പം ഈ അജ്ഞതയെന്നായിരിക്കാം പറയുന്നത്. പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എന്നാലും എനിക്ക് പറയാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാനൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ ഒരിക്കലും അജ്ഞതയെന്നാണെങ്കിലും ആ ഒരു പെൺകുട്ടിക്ക് വിഷമിക്കുന്ന ഒരു വാക്കുപോലും പറയാതിരിക്കുക. മാക്സിമം സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് ആ പെൺകുട്ടിക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാ ഇഞ്ചക്ഷനും എടുക്കുന്നതും ഈ അനസ്തേഷ്യയ്ക്ക് വിധേയമാവുന്നതും ലാസ്റ്റ് ട്രാൻസ്ഫർ വരുന്ന എല്ലാ കുട്ടി തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്നും ഡോക്ടർ സൈഡിൽ നിന്നും എല്ലാം ആ ഫുൾ സപ്പോർട്ട് ആ കുട്ടിക്ക് തന്നെ ഇരിക്കട്ടെ.